കഴിഞ്ഞ വർഷം 950-ലേറെ പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 900-നടുത്ത് ആളുകൾക്ക് നിയമനം നൽകിയ ഒരു റാങ്ക് പട്ടികയായിരുന്നു വനിതാ പോലീസ് ഓഫീസർമാരുടേത്. പക്ഷേ ഇത്തവണത്തെ 967 പേരുടെ പട്ടികയിൽ നിന്ന് 300 പോലും തികച്ച് നിയമനമായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെയല്ല പോലീസിൽ വനിതകളുടെ കുറവ് വലിയ തോതിലുണ്ട് എന്ന് സർക്കാർ തന്നെ പലതവണ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതാണ് വനിതാ പോലീസിൻ്റെ ശക്തി കൂട്ടുമെന്ന്. പക്ഷേ അത് വാക്കുകളിൽ മാത്രമാണുള്ളത് എന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത് വനിതാ പോലീസുകാർക്കും നിയമനം കൊടുക്കുന്നില്ല എന്നുള്ളത് അത് കേരളത്തിലെ പോലീസ് സേനയോട് തന്നെ ചെയ്യുന്ന നീതികേടാണ്. അതിലുമുപരിയായി കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ സമരം ചെയ്യുന്ന WCPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരത കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ ദിവസത്തിലായി അവർ സഹന സമരത്തിലാണ്. ശയന പ്രദർശനം നടത്തിയും മുട്ടിലിഴിഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും ഒറ്റക്കാലിൽ കല്ലുപ്പിൽ നിന്നുമൊക്കെയുള്ള സമരങ്ങൾ അവർ ചെയ്യുന്നത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. WCPOമാർ പരസ്യമായി സമരത്തിലേക്ക് വരുമ്പോൾ CPOമാർ പോലീസ് ഓഫീസർമാരാവാനുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാലാവധി 15-ാം തീയതി അവസാനിക്കുകയാണ്. 14-ാം തീയതി അവസാനിക്കുന്നു. ഇവരുടേത് 19-ാം തീയതി. ഇനിയിപ്പോൾ 5 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഇവർക്ക് ഇതിനു മുമ്പിലുള്ളത്. ഇനിയിപ്പോൾ വരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇവരുടെ പ്രതീക്ഷ. കുറച്ചുകൂടി തസ്തികകൾ ഇവർക്ക് വേണ്ടി കൊടുക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് വേക്കൻസി വളരെ കുറവ് മാത്രമാണ് ഈ വനിതാ പോലീസ് ഓഫീസർമാർക്ക് കൊടുത്തത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷയുള്ള ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. സങ്കട കാഴ്ച തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ സമരപന്തലിൽ. ഇത്രയും സമരമാർഗങ്ങൾ പ്രയോഗിച്ചു, കഠിനമായ സമരങ്ങൾ ഇന്നിപ്പോൾ കണ്ടോ? അതായത് ആ കല്ലുപ്പിട്ട് അതിൽ ഒരു കാലിൽ അവർ നിൽക്കുകയാണ്. ഇത് എത്ര സമരമാർഗങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് ഇനി ഇവർ എന്ത് സമരം നടത്തിയിട്ട് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഈ അവസാന നിമിഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണോ? ഈ കടുത്ത സമരത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഇവരോട് അലിവ് കാട്ടും എന്ന് തന്നെയാണ്. അലിവ് കാട്ടും എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കഠിനമായി പഠിച്ച് എല്ലാവിധ മറ്റ് പരിശീലനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മറ്റ് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് വന്നവരാണ് ഇവരെല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ടാണ് റാങ്ക് പട്ടികയിലേക്ക് ഇവർ ഇടം നേടിയവരും. ഇതിൽ പലരും കുട്ടികളുള്ളവരാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പലരുടെയും അവസാന അവസരവുമാണ്